ഏവർക്കും സൂപേഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 ലിവിങ് വേൾഡ്. അപ്പോൾ ലിവിങ് വേൾഡിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് 1 മാർക്ക് പോലും നമുക്ക് കളയാനില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1ൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് ഇൻട്രൊഡ്യൂസ് ബൈ കാൾ ലിനേയസ്. അപ്പോൾ കാൾ ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമുക്കറിയാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് ICZN ആൻഡ് ICBN. അപ്പോൾ ICZN ആൻഡ് ICBN. അപ്പോൾ നമുക്കറിയാം ഇത് നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ICZN എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി അതേപോലെ തന്നെ ICBN എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഇനി അവിടെ ചോദിക്കുന്ന ഒരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. നമുക്കറിയാം നമ്മൾ സയന്റിഫിക് നെയിം എഴുതുന്ന സമയത്ത് നമ്മളത് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഇറ്റാലിക്സിൽ മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യാറുള്ളൂ. ഇനി അതേസമയം നമ്മളത് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ സെപ്പറേറ്റ് എഴുതി അണ്ടർലൈൻ ചെയ്യും. അതാണ് ഫസ്റ്റ് റൂൾ. ഇനി സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീനസ് ആൻഡ് സ്പീഷീസ് 2 നെയിമാണ് സയന്റിഫിക് നെയിം ഉള്ളത്. അപ്പോൾ ജീനസ് നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ വെച്ച് മാത്രമേ നമ്മൾ ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ സ്പീഷീസ് നെയിം ആണ്. അപ്പോൾ സ്പീഷീസ് നെയിം എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ കേസിൽ നിന്നാണ്, അതായത് സ്മോൾ ലെറ്റർ ആയിരിക്കും സ്പീഷീസ് നെയിമിന് സ്റ്റാർട്ട് ചെയ്യും. ഇനി വേറൊരു റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു മനുഷ്യന്റെ ഹ്യൂമന്റെ സയന്റിഫിക് നെയിം ആണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് നമ്മൾ അതിന്റെ ഏറ്റവും പുറകിലായിട്ട്, അതായത് സ്പെസിഫിക് എപ്പിഫിറ്റ് കഴിഞ്ഞ് അബ്രിവേഷൻ ആയിട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ ഇൻ കേസ് മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. അപ്പോൾ മാൻജിഫറ ഇൻഡിക്ക കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിനേയസിന്റെ LINN അബ്രിവേറ്റ് ചെയ്ത് അവിടെ എഴുതാറുണ്ട്. അപ്പോൾ ഓതറിന്റെ നെയിം കൂടി അവിടെ കൊടുക്കും. ഇത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ചിലപ്പോൾ അതിന് എക്സാമ്പിൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ കാറ്റഗറി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഇതാണ് ഇതിന്റെ ഡിസെൻഡിങ് ഓർഡർ. ഇനി അസെൻഡിങ് ഓർഡർ ആണ് നമ്മൾ എക്സാമിന് ചോദിക്കുകയെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നേരെ തിരിച്ചെഴുതുക. അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി. ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും സ്പീഷീസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫാമിലി ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ഫാമിലിയിൽ ഏറ്റവും ഇളയ ആളല്ലേ നമ്മളുടെ ലോവസ്റ്റ് കാറ്റഗറി. അതേപോലെ തന്നെയാണ് നമ്മുടെ ടാക്സോണമിക് കാറ്റഗറി പറയുമ്പോൾ സ്പീഷീസ്, ഏറ്റവും ചെറുത ആളാണ് സ്പീഷീസ്. അപ്പോൾ സ്പീഷീസ് ആണ് ലോവസ്റ്റ് കാറ്റഗറി. ഇനി അതേസമയം ഹയസ്റ്റ് കാറ്റഗറി ഏതാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുക എന്തായിരിക്കും? ഒരു ഫാമിലിയിലെ ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും മുതിർന്ന ആളാണ്. അപ്പോൾ നമ്മളുടെ ടാക്സോണമിക് കാറ്റഗറി പറയുമ്പോൾ അതിൽ ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കിങ്ഡം ആണ്. അപ്പോൾ കിങ്ഡം ആണ് ഹയസ്റ്റ് കാറ്റഗറി. ഇനി യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടാക്സൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ലോവസ്റ്റ് കാറ്റഗറി, ഹയസ്റ്റ് കാറ്റഗറി, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒരു കോളത്തിൽ തരാം. അപ്പുറത്തെ കോളത്തില് സ്പീഷീസ്, കിങ്ഡം, ടാക്സ്, ഇനി മറ്റേതെങ്കിലും ഒരു ടേം കൂടി തന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ടേം കൂടി തരാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറീസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ബോർഡിൽ തന്നിട്ടുള്ളത്. നമ്മളിവിടെ 2 എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് മാൻ, രണ്ടാമത്തേത് ഹൗസ് ഫ്ലൈ.
മാൻ അതിന്റെ ടാക്സോണമിക് കാറ്റഗറി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഹൗസ് ഫ്ലൈ, അതിന്റെ ക്ലാസിഫിക്കേഷനും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൺ അഥവാ മാൻ എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. അതിന്റെ സ്പീഷീസ് നെയിം ആണ് സാപ്പിയൻസ്, ദെൻ ജീനസ് നെയിം ഹോമോ, ഫാമിലി പ്രൈമേറ്റ, ഓർഡർ ഹോമിനിഡെ, ക്ലാസ് മമേലിയ. ഇനി ഹൗസ് ഫ്ലൈയുടെ കേസ് വരുമ്പോൾ നമ്മൾ ഹൗസ് ഫ്ലൈ എന്ന കോമൺ നെയിം ആണ് പറയുന്നത്. അതിന്റെ സ്പീഷീസ് നെയിം ആണ് ഡൊമസ്റ്റിക്ക, ജീനസ് നെയിം മസ്ക, ഫാമിലി റെസിഡെ, ഓർഡർ ഇൻസെക്റ്റ, ക്ലാസ് ഡിപ്റ്റീറ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോ കഴിഞ്ഞ നമ്മളുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിന്റെ സയന്റിഫിക് നെയിം എഴുതാൻ. അപ്പോൾ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കൺഫ്യൂഷൻ വരില്ല. എങ്ങനെയാണ് സയന്റിഫിക് നെയിം എഴുതുന്നതെന്ന് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം എന്താണ്? ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം ആണ് മസ്ക ഡൊമസ്റ്റിക്ക. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും മസ്ക ഡൊമസ്റ്റിക്ക എഴുതേണ്ടത്? മസ്ക ഡൊമസ്റ്റിക്ക എന്ന് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ജീനസ് നെയിം എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മസ്ക. ഇനി അതിന്റെ സ്പീഷീസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഡൊമസ്റ്റിക്ക. ഇനി സെപ്പറേറ്റ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇനി രണ്ടാമത്തേത് നമ്മൾ എക്സാമ്പിൾ മാൻ്റെ ഒരു സയന്റിഫിക് നെയിം നമ്മൾ എഴുതാമെന്ന് വിചാരിക്കുക. അപ്പൊ മാൻ്റെ സയന്റിഫിക് നെയിം ആണ് നമ്മളോട് എക്സാമിന് ചോദിച്ചത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതും? അപ്പൊ നോക്കേണ്ടത് എന്താണ്? ജീനസ് നെയിം ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. അപ്പോ ഹോമോ. ഇനി ഹോമോയില് എച്ച് എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി നമ്മൾ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ രണ്ടാമത് എഴുതുന്ന നെയിമാണ് സ്പീഷീസ് നെയിം അഥവാ സ്പെസിഫിക് എപ്പിഫൈറ്റ്. അപ്പോൾ സ്പീഷീസ് നെയിം എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നെയിം എഴുതുക. സെപ്പറേറ്റ്ലി രണ്ടും എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് നെയിം എഴുതുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.